രാവിലെ എണീച്ചാൽ നമ്മൾ ഹൗസ് വൈഫ് ആണല്ലോ, 5 മണി 5:30 അടുക്കളയിൽ കയറും. അന്നേരം അവിടെ യൂട്യൂബ് തുറന്നു നോക്കും. ഏതായാലും യൂട്യൂബിൽ ഇന്ന് പഠിച്ചത് ഏതാണോ പഠിച്ചത് അത് ഏതെങ്കിലും ഒരു ക്ലാസ് തുടങ്ങി അങ്ങനെ. അതുകൊണ്ട് എല്ലാവരും പറയാ, എനിക്ക് ഇത്രയും പഠിച്ച് ഇവിടെ എത്താനാവുമ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും വെയിറ്റ് ലിസ്റ്റുകളിൽ നല്ല റാങ്കോട് കൂടി പഠിക്കാനാവും. എനിക്കിത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ബ്രില്യൻസിന് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എന്താ പറയുകയാണെങ്കിൽ, ഞാൻ 2021 ഡിസംബറിലാണ് ബ്രില്യൻസിൽ ആദ്യമായി ചേരാൻ വന്നത്. കാരണം എന്റെ ഫസ്റ്റ് ഇത് പറഞ്ഞാൽ കഴിഞ്ഞ LGS ആയിരുന്നു. കാരണം അങ്ങനെ ഞാൻ ജസ്റ്റ് വീട്ടിലിരുന്ന് ജസ്റ്റ് പഠിക്കും. പിന്നെ എക്സാം ആവുന്നത് നമ്മുടെ അടുത്ത് എല്ലാ എക്സാമും എഴുതുന്നുണ്ട്. മാർക്ക് കുറഞ്ഞാൽ കൂടി അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മളെല്ലാം എക്സാം അറ്റൻഡ് ചെയ്യും. ആദ്യം 10 മാർക്ക് 20 മാർക്കിനുള്ളിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കയറി അങ്ങോട്ടേക്ക് എത്തിയതിന്. പിന്നെ അടുത്ത പറയാനുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവരും പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് എത്രത്തോളം നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ല റാങ്കുകളിലേക്ക് കുതിക്കാനാവും. പിന്നെ അതിന് എനിക്ക് അടുത്ത് പറയാനുള്ളത് എന്റെ പേരൻസ്, എന്റെ ഹസ്ബൻഡ്, പിന്നെ എന്റെ ഫ്രണ്ട്സ്, അവർക്ക് എല്ലാവരും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ജിനിയേച്ചിയോട് എനിക്ക് അത്രയും നല്ല കടപ്പാടുണ്ട്. കാരണം 1.5 കൊല്ലോളം എന്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ ചേച്ചി കമ്പൈൻ സ്റ്റഡി നടത്തിന്. അതിനുശേഷം 3 ലിസ്റ്റുകളിൽ ഞാൻ ചേച്ചി ഒരേപോലെ വന്നു. കാരണം എല്ലാവരും എന്തിലോ പറഞ്ഞു, കാരണം ഇവരൊക്കെ പഠിക്കുന്നുണ്ട്. എന്റെ ഫീഡ്ബാക്ക് വരെ ഉണ്ടായിരുന്നു, നമുക്ക് പഠിക്കുവാക്കും ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ വർത്താനം പറയാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഒരു കമ്പൈൻ സ്റ്റഡിയാണ് ഏറ്റവും നല്ല പഠിത്തതാണ്. നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് നല്ലോണം എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് 1 മാർക്ക് കൂടുമ്പോ ഇന്നല്ല നാട്ടിൽ നമുക്ക് അതിനെക്കാളും കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ വരും. ഞാൻ ചേച്ചി ഡെയിലി എക്സാം ചെയ്യും, രാത്രി വിളിക്കും, എത്ര മാർക്ക് കിട്ടി ചേച്ചി. അത് 1 മാർക്ക് ചേച്ചി കൂടി തോന്നും, എനിക്ക് കുറച്ചും കൂടി പഠിക്കണമായിരുന്നു, നാളത്തെ എക്സാമിന് എനിക്ക് കുറച്ചും കൂടി മേടിക്കണമെന്ന് തോന്നിച്ചുണ്ടായി. അതിനുശേഷം ഞാൻ ചേച്ചി യൂണിവേഴ്സിറ്റി LGS, കേരള ബാങ്ക് പോയ പിന്നെ ഈ LGS, ഈ 3 ലിസ്റ്റിൽ നല്ല റാങ്കോട് കൂടി ഞാൻ ചേച്ചി ഉണ്ടായി. അതേപോലെ തന്നെ എന്റെ വീട്ടിലേക്ക് വന്നി. കാരണം ആ ചേച്ചി കഴിഞ്ഞ LGS ജോലി കയറി, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് OIR കയറി. അന്ന് ചേച്ചി കിട്ടുമെന്ന് വിചാരിച്ച് നിർത്തിയില്ലെങ്കിൽ എനിക്ക് ഇത്രയും ലിസ്റ്റിൽ കയറാൻ ഒരാളുണ്ടാവില്ല. അതുകൊണ്ട് കമ്പൻസിന് എനിക്ക് വളരെ ഉപകാരം. എനിക്ക് ചേച്ചിയോട് അത്രത്തോളം കടപ്പാടുണ്ട്. കാരണം ചേച്ചി വന്ന് എന്റെ വീട്ടിൽ വന്ന് ഇത്രത്തോളം പഠിച്ച് നമ്മൾ ഒന്നിച്ച് പഠിച്ചത്. അവിടെ ഞാൻ എല്ലാവരും പറയല്, കമ്പൻസി എത്രത്തോളം നടത്തുന്നത് അത്രത്തോളം നമുക്ക് ഗുണമേന്മ ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനെ പിന്നെ കണ്ടമാനം വാരി വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മളാണെങ്കിലും ഫോളോ ചെയ്ത മെത്തേഡ്, എന്റെ മെത്തേഡ് പറഞ്ഞാൽ ഞാൻ ഉറക്കൊന്നായി രാത്രി കണ്ടമാനം ഇരുന്ന് പഠിക്കുന്നില്ല. പക്ഷെ രാവിലെ എന്റെ മക്കള് പോയിട്ടാൽ 10 to 4 ഇരുന്ന് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ എക്സാം വരുമ്പോ 1 മാസത്തോളം ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കും. ഇരുന്നെടുത്ത് നമ്മളെ വീട്ടിലെത്തുമ്പോ എല്ലാവർക്കും അറിയാമല്ലോ, അമ്മമാരെല്ലാം ചെയ്യും, മക്കളുടെ കാര്യം